നമസ്കാരം. ആവേശകരമായ പ്രചരണത്തിന് ശേഷമാണ് കേരളം ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെങ്കിലും ഇത്തവണ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായത് വലിയ ചർച്ചയാവുകയാണ്. പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് മുന്നണികളെയെല്ലാം ആശങ്കയിലാക്കിയിട്ടുണ്ട്. ജനമനസ്സ് എന്താണെന്നറിയാൻ ഇനി 38 ദിവസം കാത്തിരിക്കണം. ജൂൺ 4-ലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇന്നലെ രാത്രി 8:15 വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 70.35% പോളിംഗ് നടന്നത്. രാത്രി വൈകിയും വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു. എങ്കിലും ശതമാനക്കണക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായില്ല. കഴിഞ്ഞ തവണ 77.68% പോളിംഗ് ഉണ്ടായിരുന്നതാണ് ഇത്തവണ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നത്. വിവിധ കാരണങ്ങൾ പോളിംഗ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ടാകാമെങ്കിലും ശക്തമായ മത്സരം നടന്ന വടകര പോലുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത് വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ 141 നമ്പർ ബൂത്തിലാണ്. മുടപ്പിലാവിൽ LP സ്കൂളിൽ രാത്രി 11:43 അവസാനത്തെ ആൾ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 82.48% വടകരയിലെ പോളിംഗ് ഇത്തവണ 73.36 ആയി കുറഞ്ഞു. വൻ പ്രചാരണം നടന്നിട്ടും പോളിംഗ് കുറഞ്ഞത് ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2004 71.43%, 2009 73.2%, 2014 73.94%, 2019 77.68% എന്നിങ്ങനെയായിരുന്നു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. ഇതിലേറ്റവും കുറവ് പോളിംഗ് നടന്ന 2004 കേരളത്തിൽ ഇടത് തരംഗമായിരുന്നു. 71.43% വോട്ടിംഗ് രേഖപ്പെടുത്തിയ 2004 18 സീറ്റുകളും ഇടതുപക്ഷത്തിന് ഒപ്പമായിരുന്നു. UDFന് ലഭിച്ചത് 2 സീറ്റുകൾ മാത്രം. എന്നാൽ 2009 73.2% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ചത് വെറും 4 സീറ്റുകൾ മാത്രം. UDF 16 സീറ്റുകളുമായി തിരിച്ചു വന്നു. 2014 73.94% വോട്ടുകൾ പെട്ടിയിലായപ്പോഴും മേൽക്കൈ UDFന് ലഭിച്ചു. 12 സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് നയിച്ച മുന്നണിക്ക് ലഭിച്ചത്. മുൻവർഷങ്ങളിൽ നിന്ന് നില മെച്ചപ്പെടുത്തിയ LDF 8 ജയിച്ചു. പോളിംഗ് ശതമാനം 77.68 ഉയർന്ന 2019 19 സീറ്റുകളും UDFനായിരുന്നു ലഭിച്ചത്. LDF പാനലിൽ മത്സരിച്ച ഒരേയൊരാൾ മാത്രമാണ് അന്ന് ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം രാജ്യത്ത് പൂർത്തിയായി. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 2ാം ഘട്ടത്തിൽ 61%-ലധികം പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ത്രിപുരയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി 77.53%. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ പോളിംഗ് 52.74% കുറഞ്ഞു. മണിപ്പൂരിൽ 76.06%, ബംഗാളിൽ 71.84%, ഛത്തീസ്ഗഡിൽ 72.13%, അസമിൽ 70.66% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ 53.51%, ബീഹാറിൽ 53.03%, മധ്യപ്രദേശിൽ 54.83%, രാജസ്ഥാനിൽ 59.19%, കേരളത്തിൽ 70.38% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. കർണാടകത്തിൽ 63.9%, ജമ്മു കാശ്മീരിൽ 67.22% പോളിംഗ്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിലെ 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത്. 2ാം ഘട്ടം 89 മണ്ഡലങ്ങളായിരുന്നു വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. മധ്യപ്രദേശിലെ ബഥുൽ മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥിയുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചു. വോട്ടെടുപ്പ് നടന്ന 88 സീറ്റുകളിൽ മുൻ തെരഞ്ഞെടുപ്പിൽ 65 ഇടത്ത് NDAയും 23 ഇടത്ത് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യവുമായിരുന്നു വിജയിച്ചിരുന്നത്.